ഏറെ ആർദ്രമായി അതുവരെ അവൾക്ക് പരിചിതമല്ലാത്ത ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അതേന്ന് അവൾ തലയാട്ടിയിരുന്നു. ആ നിമിഷം തന്നെ അവൾ അവനിൽ നിന്നും അകന്നു. കുറച്ചു സമയം അവളെ നേരിടാനാവാതെ അവനും മറ്റെവിടെയോ നോക്കിയിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ താൻ അവളെ പ്രണയിച്ചു തുടങ്ങിയെന്ന് അവൻ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത്. പരസ്പരം രണ്ടു പേർക്കും കുറച്ചു സമയം നോക്കാൻ സാധിച്ചില്ല. എങ്കിലും ആ യാത്ര ഇരുവരും തുടർന്നു. ഇടയ്ക്ക് വഴിയിലെ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചും പരസ്പരം ഒന്നും മിണ്ടാതെ മൗനമായും ഒക്കെ ഹൃദയങ്ങൾ വാചാലമായി. ആ യാത്ര രണ്ടുപേർക്കും പ്രിയപ്പെട്ടതായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് നിറഞ്ഞു നിൽക്കുന്ന പ്രണയം പറയാനാവാതെ അവനും. എന്നോ ഒരിക്കൽ ഉള്ളിൽ പതിഞ്ഞു പോയവൻ്റെ സാന്നിധ്യം അരികിലുണ്ടായിട്ടും അതവനോട് തിരിച്ചു പറയാൻ സാധിക്കാതെ അവളും. സന്ധ്യയുടെ അടുത്തപ്പോഴാണ് ഇരുവരും സ്വന്തം നാട്ടിലേക്ക് എത്തിയത്. അവൾ തന്നെയാണ് വീട്ടിലേക്ക് കയറാൻ അവനെ ക്ഷണിച്ചതും. കുറച്ചു സമയം കൂടി അവളെ കാണാമല്ലോ എന്നുള്ളൊരു സ്വകാര്യ സന്തോഷത്തിന് പുറത്ത് അവൻ അവൾക്കൊപ്പം വീട്ടിലേക്ക് കയറിയിരുന്നു. ആ വീടിന് വന്ന മാറ്റങ്ങൾ അവൻ ശ്രദ്ധിച്ചിരുന്നു. ഇവൾ ഒരാളാണ് ആ വീടിനെ ഇത്രയും മാറ്റിയതെന്ന് അവൻ ചിന്തിച്ചു. പണ്ട് ക്രിസ്മസിന് കരോളിനും മറ്റും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരു പഴയ സാധാരണ വീടായിരുന്നു അത്. എന്നാൽ ഇന്ന് അവൾ പതുക്കെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വിദ്യാഭ്യാസം എന്ന മൂലധനം കൊണ്ട് അവൾ പടുത്തുയർത്തിയ സാമ്രാജ്യം, അങ്ങനെയാണ് അവന് തോന്നിയത്. ഓരോ നിമിഷവും അവളോട് അവന് ബഹുമാനവും സ്നേഹവും തോന്നിയിരുന്നു. കയറി വാ. വലിയ സന്തോഷത്തോടെ അവൾ ക്ഷണിച്ചു. അപ്പോഴേക്കും അകത്തു നിന്നും അമ്മച്ചിയും സച്ചുവും ഇറങ്ങി വന്നിരുന്നു. അവൾക്കൊപ്പം സാമിനെ കൂടി കണ്ടതോടെ അമ്മച്ചി ഏറെ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. സൗകര്യങ്ങളൊക്കെ കുറവാണെന്ന് അവനോട് ആദ്യമേ പറഞ്ഞു. അതിന് മറുപടി അവൻ ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. ചായ ഇടട്ടെ കുഞ്ഞെ, ഇവിടുന്ന് കഴിക്കുന്നോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ? പഴയ ജോലിക്കാരിയെ പോലെ വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്ന അമ്മച്ചിയിൽ അവൻ്റെ മുഖം തറഞ്ഞു പോയിരുന്നു. ഈ ഒരാളോട് താൻ കാണിച്ച അലിവാണല്ലോ താൻ ഒരാൾ അവളുടെ മനസ്സിൽ ഇത്രമാത്രം സ്ഥാനത്തിലെത്താൻ കാരണമെന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത്. അതിനെന്താ ആൻറ്റി, ഇവിടെ നിന്ന് ഞാൻ ഇതിനു മുൻപ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ. കരോളിനൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ട്. അവർ മനസ്സറിഞ്ഞു ചിരിച്ചു. സച്ചിനെ, എങ്ങനെയുണ്ടിടാ പഠിത്തമൊക്കെ? വളരെ പരിചിതനായ ഒരാളോട് ചോദിക്കുന്നത് പോലെ സച്ചുവിനോട് വിശേഷം ചോദിക്കുന്ന സാം അവൾക്ക് അപരിചിതനായിരുന്നു. സാമും സച്ചുവും തമ്മിൽ ഒരു സംസാരമുണ്ടെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സച്ചു ആവട്ടെ വളരെ പരിചിതനായ ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് അവനോട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഇതിനു മുൻപ് ഇരുവരും തമ്മിൽ ചെറിയൊരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായിരുന്നു. വലിയമ്മച്ചി എന്തിയടാ? അവൾ ആകാംക്ഷയോടെ സച്ചിനോട് ചോദിച്ചു. മുറിയിലുണ്ട്, ഇപ്പം കുഴപ്പമില്ല, ചേച്ചി അങ്ങോട്ട് ചെല്ല. അവൻ പറഞ്ഞപ്പോൾ അവൾ സാമിൻ്റെ മുഖത്തേക്ക് താൻ അകത്തേക്ക് പോവുകയാണ് എന്ന അർത്ഥത്തിൽ നോക്കിയിരുന്നു. ഞാനും ഒന്ന് കാണട്ടെ. അവൻ പെട്ടെന്ന് ബാഗ് കസേരയിലേക്ക് വച്ചതിന് ശേഷം അവളുടെ പിന്നാലെ നടന്നിരുന്നു. മുറിയിലേക്ക് ചെന്നപ്പോൾ വല്യമ്മച്ചി ബൈബിളൊക്കെ വായിച്ച് കട്ടിലിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അമ്മച്ചി കിടപ്പായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുഖത്ത് കുറേ ഉമ്മ കൊടുത്തു. ഒരു കൊച്ചുകുട്ടിയെ പോലെ വല്യമ്മച്ചിയുടെ മടിയിലേക്ക് പതുങ്ങുന്നവളെ കണ്ടപ്പോൾ അവന് വീണ്ടും അത്ഭുതമാണ് തോന്നിയത്. എങ്ങനെയാണ് ഇവൾക്ക് സ്നേഹിക്കുന്നവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് എന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോഴേക്കും വല്യമ്മച്ചിയിലും സ്നേഹപ്രകടനം ഉടലെടുത്തിരുന്നു. എൻ്റെ കൊച്ചൻ അതിനടി ഓടി പിടിച്ചിങ്ങോട്ട് വന്നത്. ഏതായാലും ഉടനെ ഒന്നും വല്യമ്മച്ചി അങ്ങോട്ട് വിളിക്കത്തില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കൊച്ചിൻ്റെ കെട്ടൊന്ന് കാണണമെന്ന്. അത് കണ്ടിട്ടേ കർത്താവ് തമ്പുരാൻ എന്നെ അങ്ങോട്ട് വിളിക്കത്തുള്ളൂ. നീ പേടിച്ചു പോയെന്ന് അവൾ പറയുന്ന കേട്ടല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കി വല്യമ്മച്ചി പറഞ്ഞപ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ ഒരേപോലെ വന്ന് കണ്ണുകൾ നിറഞ്ഞ് ചിരിച്ചുകൊണ്ടവൾ വല്യമ്മച്ചിയുടെ ചുളിവ് വീണ കവിളിൽ ആഞ്ഞൊന്ന് വലിച്ചു. വല്യമ്മച്ചിയെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ടുള്ള ടിക്കറ്റ് റെഡിയല്ലെന്ന്. കൊച്ചുമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊച്ചിനെയും കണ്ടിട്ടല്ലേ വല്യമ്മച്ചി പോവത്തുള്ളൂ. സാം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവനെ വല്യമ്മച്ചി ശ്രദ്ധിച്ചത്. ഒരു ചിരിയോടെ അവനെ നോക്കി. നീ ഏതാടാ കൊച്ചനെ? കണ്ണാടി ഒന്ന് ചിരിച്ച് സാമിനെ നോക്കിക്കൊണ്ട് വല്യമ്മച്ചി ചോദിച്ചപ്പോൾ അവളാരാണെന്ന് പറഞ്ഞു കൊടുത്തതും ശ്വേതയായിരുന്നു. ആ, സജിയുടെ മോനല്ലയോ? ഇങ്ങോട്ട് ഇരുന്നേ കുഞ്ഞെ, കസേര കാണിച്ചുകൊണ്ട് വല്യമ്മച്ചി പറഞ്ഞു. അവൻ ആ നിമിഷം തന്നെ വല്യമ്മച്ചിയുടെ അരികിലായി ഇരുന്നിരുന്നു. ആ ചുളു വീണ കൈകളിൽ പിടിക്കുകയും ചെയ്തു. ഇരുവരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെന്നാണ് ശ്വേത പറഞ്ഞത്. അത് കേട്ടതോടെ ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ ചോദിക്കുകയായി വല്യമ്മച്ചിക്ക്. പറ്റിയൊരു കൂട്ടാണ് സാമെന്ന് അവൾക്ക് തോന്നി. ഒരു മടിയുമില്ലാതെ കത്തിക്കിരുന്ന് കൊടുക്കുന്നുണ്ട്. ആള് തലമുറയായുള്ള ആളുകളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ്.
അപ്പോഴേക്കും ചായയും അവലുമൊക്കെയായി അമ്മച്ചിയും എത്തിയിരുന്നു. എങ്കിൽ പിന്നെ മക്കൾ ചെന്ന് ചായ കുടിക്കാൻ നോക്ക്. വല്യമ്മച്ചി പറഞ്ഞതോടെ രണ്ടുപേരും നേരെ ഡൈനിങ് റൂമിലേക്ക് ചെന്നിരുന്നു. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഹാരം അമ്മച്ചി കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു മടിയും കൂടാതെ കൊടുത്ത ഭക്ഷണമെല്ലാം കഴിക്കുന്നവനെ അവൾ വീണ്ടും ബഹുമാനത്തോടെ നോക്കി. അവൾ കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത് കൂടി അവൻ വാങ്ങിച്ചതോടെ അവളുടെ മനസ്സും നിറഞ്ഞിരുന്നു. വല്യമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾ ചായ കുടിക്കുന്നതിനിടയിൽ അമ്മച്ചിയോടായി ചോദിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കാര്യമാക്കണ്ട. എപ്പോൾ വേണമെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇന്നലെ തൊട്ടേ പറയുകയാ നിന്റെ കല്യാണം കാണണമെന്ന്. അത് വലിയ ആഗ്രഹമാണെന്ന്. അതുവരെ അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന സാം ഒളി കണ്ടിട്ട് അവളെ ഒന്ന് നോക്കിയിരുന്നു. ആ നിമിഷം തന്നെ അവളും സാമിനെ നോക്കിപ്പോയിരുന്നു. അബദ്ധം ഇഴഞ്ഞതുപോലെ രണ്ടുപേരും നോട്ടം മാറ്റി കളഞ്ഞു. എനിക്ക് കുറച്ച് ദിവസം ലീവുള്ളൂ കേട്ടോ അമ്മച്ചി, വിഷയം മാറ്റാൻ എന്നതുപോലെ അവൾ പറഞ്ഞിരുന്നു. ഓടിപ്പിടിച്ച് വരേണ്ടായിരുന്നു, പെരുന്നാളിന് വന്നാൽ മതിയായിരുന്നല്ലോ അമ്മച്ചി പറഞ്ഞു. നാട്ടിൽ നിന്നുള്ള ഫോൺ കോൾ വന്നപ്പോൾ മുതലേ ശ്വേതയ്ക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ല. സാം പറഞ്ഞു. അവൾ അങ്ങനെയാ മോനെ, ഞങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും പിന്നെ സമാധാനമില്ല. അതിരിക്കട്ടെ, അമ്മയും പപ്പയും ഒക്കെ സുഖമായിരിക്കുന്നോ മോനെ? അമ്മച്ചി സാമിനോടായി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പപ്പയ്ക്കിടയ്ക്ക് ഡയാലിസിസ് ചെയ്യണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മോൻ്റെ കല്യാണം വല്ലതും ആയോ? മമ്മി ഇങ്ങനെ ഇടയ്ക്ക് പറയും. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത്തിരി കഴിഞ്ഞിട്ടാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവനത് പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെയാണ് സൂക്ഷിച്ചു നോക്കിയത്. ഞാനെന്നാൽ ഇറങ്ങട്ടെ, രാത്രിയാവുന്നു. എല്ലാവരോടുമായി പറഞ്ഞവൻ ഇറങ്ങിയപ്പോൾ അവനെ യാത്രയയക്കാൻ വേണ്ടി പഠിക്കൽ വരെ അവളും കൂടെ പോയിരുന്നു. താൻ തിരികെ എൻ്റെ കൂടെ വരാനുണ്ടാകുമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? തൻ്റെ അമ്മച്ചി മിക്കവാറും ഇന്ന് തന്നെ പിടിച്ച് കെട്ടിക്കുമെന്നാണ് തോന്നുന്നത്. ഉള്ളിലുള്ള അവലാതി തന്നെയാണ് അവനൊരു തമാശയുടെ രീതിയിൽ പങ്കുവച്ചത്. ആ നിമിഷം അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. വല്യമ്മച്ചിയുടെ ആഗ്രഹമാണ് എൻ്റെ കല്യാണം. പണ്ട് മുതലേ പറയും എൻ്റെ കല്യാണം കണ്ട് മരിക്കണമെന്ന്. അത് വലിയ ആഗ്രഹമാണെന്ന്. അതിനെന്താ, ആഗ്രഹം നടത്താലോ, നമുക്ക് കല്യാണം കഴിച്ചേക്കാം, സാം പറഞ്ഞു. എന്താ പറഞ്ഞേ? പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അപ്പോഴാണ് അറിയാതെ തൻ്റെ ഉള്ളിലുള്ള സത്യം പുറത്ത് വന്ന വിവരം അവനും ഓർത്തത്. അല്ല, പെട്ടെന്ന് കല്യാണം കഴിക്കാമല്ലോ എന്ന്, അതിനുള്ള പ്രായമൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞതാണ്. അവളവനെ കൂർപ്പിച്ചൊന്ന് നോക്കിയിരുന്നു. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി. തിരികെ വീട്ടിലെത്തി ജെസ്സിയുടെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോഴും അതിലെല്ലാം അവൻ അവളെക്കുറിച്ച് പറയാൻ മറന്നിരുന്നില്ല. ആ പ്രത്യേകമായ പരാമർശം ജെസ്സിയും ശ്രദ്ധിച്ചിരുന്നു. ശ്വേതയാവട്ടെ അന്ന് കിടന്നത് വല്യമ്മച്ചിക്കൊപ്പമാണ്. വലിയ സന്തോഷത്തോടെ തന്നെയാണ് അവൾ വല്യമ്മച്ചിയുടെ കൂടെ കിടന്നത്. അറിയാതെയാണെങ്കിലും സാമിൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. നമുക്ക് വിവാഹം കഴിച്ചേക്കാമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഒരു നിമിഷം മനസ്സ് വല്ലാതെ തുള്ളിച്ചാടിയതായാണ് തോന്നിയത്. തൊട്ടടുത്ത നിമിഷം തന്നെ അറിയാതെ പറഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് വേദനിച്ചുവെങ്കിലും അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേൾക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം അവളിൽ നിറഞ്ഞു നിന്നു. മുറിയിലേക്ക് എഴുതി കൊടുത്ത കത്ത് അലമാരയിൽ മുറിയിലേക്ക് ചെന്ന് അവൾ എഴുതി കൊടുത്ത കത്ത് അലമാരയിൽ മുഴുവൻ തപ്പിയതിനു ശേഷം കണ്ടെടുത്തു അവൻ. അതൊരു 10 തവണയെങ്കിലും വായിച്ചു നോക്കി. ഓരോ വട്ടം വായിക്കുമ്പോഴും അവളുടെ മനസ്സിലെ ഓരോ വർണ്ണനകളും അവൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്നു. ആ പെണ്ണ് തന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അവന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ആ കത്ത് ഇത്രമാത്രം അവളുടെ മനസ്സിൽ താൻ ഉണ്ടായിരുന്നുവെന്ന് അവൻ തന്നെ ചിന്തിച്ചു പോയിരുന്നു. അത്രയ്ക്ക് മനോഹരമായ കത്തിൽ തന്നെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. റിയയുടെ കയ്യിലായി അവൾ കൊടുത്തുവിട്ട ഓരോ ചെറിയ സമ്മാനങ്ങളും അവൻ എടുത്തു നോക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ തന്നോട് വാചാലമാകുന്നത് പോലെ അവന് തോന്നി. ഇതുവരെ തോന്നാത്തൊരു പ്രത്യേകമായ അനുഭൂതി അവനെ വലയം ചെയ്തിരുന്നു. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുവളെ അവൻ ആ സമ്മാനങ്ങളിലും കത്തിലുമൊക്കെ നേരിട്ട് കണ്ടു. ഇത്രയും അരികിൽ തന്നെ ചങ്കുപറിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ടും താൻ അതറിഞ്ഞില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു. അതാണ് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അവന് തോന്നി. അന്നൊക്കെ അവൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും താൻ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി, തന്നെ ആർദ്രമായ ഒരു നോട്ടത്തിന് വേണ്ടി. ഇന്ന് അവളിൽ നിന്നും താൻ അതൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു. പിറ്റേന്നുണർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണെങ്കിൽ അവളൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇന്ന് അവൻ അവളെ വിളിക്കാതെ സാധിക്കില്ല എന്ന അവസ്ഥയായി. ഉടനെ തന്നെ ഫോണെടുത്ത് അവളെ വിളിച്ചു. വലിയമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാണ് തുടങ്ങിയത്. അവസാനം അവളുടെ വിശേഷങ്ങൾ കൂടി അറിഞ്ഞാണ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. അന്ന് കുറച്ചധികം സമയം വീട്ടുകാർക്കൊപ്പം ഇരുന്നതിന് ശേഷം കൂട്ടുകാരെ കൂടി കാണാനായി അവൻ പോയിരുന്നു. ഇതിനിടയിൽ അനീറ്റ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവളെ കാണുവാനായി ശ്വേതയും പോയിരുന്നു. അനീറ്റയിൽ നിന്നാണ് റിയ സാമിനെ പിരിഞ്ഞതിൻ്റെ യഥാർത്ഥ കാരണങ്ങളൊക്കെ അവൾ അറിഞ്ഞത്. സാമുമായി പ്രണയത്തിലായിരുന്ന സമയത്ത് തന്നെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തൊപ്പം പഠിച്ച വിദ്യാർത്ഥിയുമായി റിയ പ്രണയത്തിലായിരുന്നുവെന്നും
ഇത് പലതവണ സാമിനെ അനീറ്റയുടെ സഹോദരൻ അറിയിച്ചിരുന്നു എന്നുമാണ് അവൾ പറഞ്ഞത്. എന്നാൽ ഒന്നും വിശ്വസിക്കാൻ അവൻ തയ്യാറായില്ല. അവസാനം എല്ലാം അറിഞ്ഞപ്പോൾ വല്ലാതെ തന്നെ സാം വിഷമിച്ചിരുന്നു അത്രേ. എന്നും ഒരു മാസക്കാലം അവൻ മദ്യത്തിലാണ് അഭയം പ്രാപിച്ചിരുന്നത് എന്നും കൂടി അറിഞ്ഞതോടെ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ഉറഞ്ഞുകൂടി. അനീറ്റയുടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു ശ്വേതയ്ക്ക്. എന്നാൽ അവൾ ഒരു കാര്യം മാത്രം അവളിൽ നിന്നും ഒളിപ്പിച്ചു. തൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ ഉണ്ടെന്നുള്ള ഒരു കാര്യം. അനീറ്റയുടെ സഹോദരനും സാമും തമ്മിൽ അത്രത്തോളം സൗഹൃദമാണ്. ഇനി ഒരിക്കലും തനിക്ക് അവനോടൊരു പ്രണയമുണ്ടെന്ന് അവൻ അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു ശ്വേതയ്ക്ക്. ഇനി ഒരിക്കൽ കൂടി തൻ്റെ പ്രണയം അവൻ തന്നിലൂടെ അറിയരുതെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ശ്വേതയെ കണ്ടപ്പോഴേക്കും വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നുവെന്നും ചേട്ടൻ്റെ കല്യാണത്തിന് ക്ഷണിക്കാനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. രജിസ്റ്റർ മാരേജ് ആയാണ് നടത്തുന്നത് എന്നും അതുകൊണ്ട് അടുത്ത ആഴ്ച വീട്ടിലൊരു പാർട്ടി ഉണ്ട്, അതിന് തീർച്ചയായും എത്തണമെന്നും പറഞ്ഞിട്ടാണ് അനീറ്റ അവളെ യാത്ര അയച്ചത്. തിരികെ പോകും വഴി അവൾ വെറുതെ സ്കൂളിൽ ഒന്ന് കയറിയിരുന്നു. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ്. അവിടെ കയറി പ്രിൻസിപ്പലായ ഫാദറിനെ കണ്ട് ഒരുപാട് നേരം സംസാരിച്ചു. ഒരു കാലത്തെ പ്രൗഢിയോടെ ഉയർന്നു നിന്ന ആ സ്കൂളിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ചെറുതായി കൂപ്പുകുത്തിയത് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സ്കൂളിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഫാദർ അവളോട് പറയുകയും ചെയ്തു. എല്ലാം കേട്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്നു. കയ്യിലുണ്ടായിരുന്ന ചെക്ക് ലീഫിൽ നിന്നും അപ്പോൾ തന്നെ നല്ലൊരു തുക അവൾ എഴുതി ഒപ്പിട്ട് ഫാദറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അത് കണ്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ മോളെ, ഞാൻ ഇതിനു വേണ്ടിയല്ല നിന്നോട് ഇതൊന്നും പറഞ്ഞത്. നീ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഫാദർ പറഞ്ഞതുകൊണ്ടല്ല. എനിക്കെല്ലാം കേട്ടപ്പോൾ ഒരു സമാധാനവുമില്ല. ഇത് തരാതെ പോയാൽ ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്നൊരു വലിയ തെറ്റാവും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരിക്കൽ ഒരുപാട് ആഗ്രഹമുണ്ടായിട്ടും സ്കൂളിൽ നിന്നും ടൂറ് പോകാൻ ആഗ്രഹിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ടൂറ് പോകാതിരിക്കാൻ പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. അതിലൊന്നും വില ഇതിനൊന്നുമില്ല. പറഞ്ഞപ്പോൾ അവളും ഇടറിപ്പോയിരുന്നു. യാത്ര പറയുന്നതിന് മുൻപ് ഫാദറിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയപ്പോൾ മനസ്സറിഞ്ഞ് തന്നെയാണ് അധ്യാപകൻ അവളെ അനുഗ്രഹിച്ചത്. തിരികെ ഇറങ്ങിയപ്പോൾ കവലയിൽ നിന്ന് സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന സാമിനെയാണ് അവൾ കണ്ടത്. അവളെ കണ്ടപ്പോഴേക്കും അവനിലും വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞവൻ അവൾക്കൊപ്പം നടക്കാനായി അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. ഞാൻ തന്നെ ഒന്ന് വിളിക്കാനിരിക്കായിരുന്നു, അപ്പോഴാ കണ്ടത്. എവിടെ പോയതാ? ഞാൻ അനീറ്റയെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. തിരിച്ചു വന്നപ്പോൾ ഒന്ന് സ്കൂളിൽ കൂടി കയറാമെന്ന് കരുതി. കൂട്ടുകാരൻ്റെ കല്യാണം ക്ഷണിച്ചതല്ലേ, നമ്മുടെ അടുത്ത ആളുകളുടെ എന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ സ്വന്തമെന്ന് തോന്നുന്ന ആളുകളെ ക്ഷണിക്കാനൊന്നും നോക്കിയിരിക്കില്ല, കയറി അങ്ങ് ചെല്ലും. ചിരിയോടെ സാം പറഞ്ഞു. പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? പപ്പ ഹാപ്പി ആയിരിക്കുന്നു. തിരിച്ച് നമുക്ക് കൊച്ചിക്ക് പോയാൽ പോരെ, അവിടെ നിന്ന് ട്രെയിനിന് പോകാം. ആയിക്കോട്ടെ. സാമേ, പുറകിൽ നിന്നും ഒരാൾ വിളിച്ചത് കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോൾ അജു ആണ്. സാമിൻ്റെ അടുത്ത സുഹൃത്താണ് അവൻ, അനീറ്റയുടെ സഹോദരൻ. കല്യാണ ചെറുക്കൻ എത്തിയല്ലോ. അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് സാം പറഞ്ഞു. ശ്വേത അവനെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എങ്കിൽ ഞാൻ പോട്ടെ. ശരി, താൻ വിട്ടോ, ഞാൻ വിളിക്കാം. സാം അങ്ങനെ പറഞ്ഞപ്പോൾ ശ്വേതയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. അത്രമാത്രം അധികാരമുള്ള ഒരാൾ പറയും പോലെ. ശ്വേത പോകുന്ന വഴിയിൽ തന്നെ നോക്കി നിൽക്കുന്ന സാമിനെ ഒരു സംശയത്തോടെയാണ് അജു നോക്കിയത്. എന്താടാ, നിന്റെ നോട്ടത്തിനൊരു വശപ്പിശക്ക് പോലെ. ഒരു കുഴിയിൽ നിന്ന് ചെന്ന് ചാടിയത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്, മതിയായില്ലേ? അജു ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞപ്പോൾ സാം അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താടാ? കുറച്ചധികം കാര്യങ്ങൾ നിന്നോട് ഞാൻ പണ്ട് പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഗൗരവമേറിയ എന്തോ കാര്യമാണ് അവന് പറയാനുള്ളതെന്ന് അജുവിന് തോന്നിയിരുന്നു. രണ്ടുപേരും കൂടി നേരെ പുഴയുടെ ഓരത്തേക്കാണ് പോയത്. ആദ്യമായി ശ്വേത തന്നോട് ഇഷ്ടം പറഞ്ഞതും അതിന് കാരണമായത് അനീറ്റയാണെന്നതും എല്ലാം തന്നെ ആദ്യം മുതൽ അവൻ അജുവിനോട് തുറന്നു പറഞ്ഞു. ഇതൊന്നും നീ എന്താ പറയാതിരുന്നത്? അതൊരു കൊച്ചല്ലേടാ, ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് കരുതി പറയാതിരുന്നതാ. പിന്നെ നീ ഇതിൻ്റെ പേരിൽ അനീറ്റ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ? അന്ന് നിനക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണെന്നാണോ നീ പറയുന്നേ? അജു, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അന്നും ഇന്നും എനിക്ക് അവളോടൊരു ഇഷ്ടക്കുറവുമില്ല. പക്ഷേ ഇന്നത്തെ ഇഷ്ടത്തിന് ഒരല്പം കൂടുതലുണ്ട്. ഒരിക്കൽ ഞാൻ മനസ്സിലാക്കാതെ പോയ ഇഷ്ടം ഇന്ന് എനിക്ക് അവളോടുണ്ട്. പക്ഷേ ഞാൻ തുറന്നു പറയില്ല, അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് അവളെ നഷ്ടപ്പെടാനും വയ്യ. നിസ്സഹായതയോടെ സാം പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അജു നിന്നു. തുടരും.